സി.പി.എം നേതാവും കെ.ടി.ഡി.സിയുടെ ചെയർമാനുമായ പി.കെ. ശശിയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പി.കെ. ശശി അടക്കം പല നേതാക്കൾക്കും സി.പി.എമ്മിൽ നിന്ന് പോകാൻ അതൃപ്തിയുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കോൺഗ്രസിലേക്ക് സ്വാഗതം എന്നാണ് ശ്രീകണ്ഠൻ പറയുന്നത്. അപ്പോൾ ശ്രീകണ്ഠന്റെ ഈ ഒരു ക്ഷണനം പി.കെ. ശശിയാണ് എന്നുള്ളിടത്താണ് ആശ്ചര്യം. ഒരു കാലത്ത് കോൺഗ്രസുകാർ പെണ്ണുപിടിയൻ അല്ലെങ്കിൽ തോന്നിയവാസി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു രാഷ്ട്രീയക്കാരന് ചേരാത്ത നിലപാടുള്ളവൻ എന്നൊക്കെ പി.കെ. ശശിയെ കുറ്റപ്പെടുത്തിയിരുന്നു. അങ്ങനെയുള്ള പി.കെ. ശശിയെ ഇവർ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. എങ്ങനെ വിലയിരുത്താം? ഇപ്പൊ പി.കെ. ശശി എന്ന് പറയുന്ന നേതാവ് പെണ്ണുപിടിയനാണോ എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തതയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ അത്തരത്തിൽ ആരോപണം വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരുടെ നമുക്ക് എൽദോ എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ നേരത്തെ സ്ത്രീ പീഡന വിഷയം വന്നു. തിരുവനന്തപുരത്ത് ഒരു MLA എനിക്ക് തോന്നുന്നു വിൻസെന്റ്, അദ്ദേഹത്തിന്റെ പേരിൽ വന്നു. അപ്പം അതൊന്നും തെളിഞ്ഞിട്ടില്ല, ആരോപണം വന്നു, അതിനകത്ത് കേസ് വന്നു, ആ കേസിനകത്ത് ജാമ്യം എടുത്ത് നിൽക്കുന്നവരാണ്. അപ്പം ഈ പറയുന്നത് അവരുടെ ഭാഗത്ത് വരുമ്പോൾ ആ ന്യായം, CPM-ന്റെ ഭാഗത്ത് വരുമ്പോൾ വേറെ ന്യായം. പക്ഷെ ഏതായാലും പി.കെ. ശശി എന്ന് പറയുന്ന ആൾ, ഈ ശശി എന്ന് പറയുന്ന ആളിനെതിരെ നേരത്തെ ഈ പറയുന്നത് പോലെ സ്ത്രീപീഡനം ഒരുപക്ഷെ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂട്ട് വെളിയിൽ വന്നിട്ടില്ല. പാർട്ടിക്കകത്ത് കൊടുത്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി ചർച്ച ചെയ്യുകയും ആ പരാതിക്കകത്ത് പാർട്ടി തീരുമാനമെടുക്കുകയൊക്കെ ചെയ്തതാണ്. അതിന് മാത്രമല്ല, അഴിമതിക്കാരൻ എന്നുള്ള ലേബൽ CPM-നകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒരു നേതാവ്, പലവട്ടം പിണറായി വിജയന്റെ മാത്രം കൊണ്ട് പാർട്ടിക്കകത്ത് നിൽക്കുന്നെന്ന് പറയുന്ന ഒരു നേതാവ്, അത്തരത്തിൽ എപ്പോഴും CPM-ന്റെ ഐഡിയോളജിക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവെന്നുള്ള രീതിയിൽ ഈ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഒരുപക്ഷെ മാധ്യമങ്ങളും ഒക്കെ വളഞ്ഞു വെച്ച് ആക്രമിച്ചിട്ടുള്ളതും അത്തരത്തിൽ ഒരു പരിധി വരെ അത് ശരിയാണെന്ന് തോന്നത്തക്ക രീതിയിലേക്കുള്ള പ്രവർത്തനമുള്ളതുമായിട്ടുള്ള ഒരു നേതാവ്. അത് ഈ പറയുന്നത് പോലെ ഗോവിന്ദൻ മാഷ് വന്നതിന് ശേഷം എന്തൊക്കെ പറയുമ്പോഴും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉള്ള ആൾക്കാരെ പാർട്ടിക്കകത്ത് കൃത്യമായിട്ട് പൊസിഷനുകളിൽ നിന്നും അല്ലെങ്കിൽ അധികാരത്തിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗമായി ഈ സമ്മേളന കാലയളവിന് മുമ്പേ അദ്ദേഹത്തെ ഉത്തരവാദിത്തങ്ങളിൽ മാറ്റി, പാർട്ടിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിന്ന് മാറ്റി, ഒരുപക്ഷെ പാർട്ടിയുടെ ശിക്ഷ എന്നോളം തന്നെ അദ്ദേഹത്തെ തരം താഴ്ത്തി, അങ്ങനെ നിൽക്കുന്ന ഒരു മുൻ MLA, KTDCയുടെ ചെയർമാൻ, ഒരുപക്ഷെ ഉയർന്ന പദവിയിൽ ഒരു സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന സമയത്ത് തീരുമാനിച്ചു കൊടുത്ത ഒരു പദവി എന്നുള്ളത് കൊണ്ട്, അത് പാർട്ടി പദവികളല്ലാത്തത് കൊണ്ടും ആ പദവിയിൽ നിന്ന് മാറ്റിയാൽ വീണ്ടും പാർട്ടിക്ക് ക്ഷീണമുണ്ടാകുന്ന ചർച്ചകൾ ഉണ്ടാകുമെന്ന് കണ്ടതുകൊണ്ടും മാത്രം KTDCയുടെ ചെയർമാനായിട്ടിരിക്കുന്നതും നാളെ കാലത്തെ പാർട്ടിക്കകത്ത് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ വീണ്ടും വരാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള ഒരു നേതാവാണ് പി.കെ. ശശി. ഈ നേതാവിനെയാണ് അവിടുത്തെ MP, പാലക്കാട്ട് MP, കോൺഗ്രസിന്റെ വക്താവ്, യുവ നേതാവ്, ന്യായവും അന്യായവും തിരിച്ചറിഞ്ഞ് വലിയ വലിപ്പത്തിൽ ചർച്ച ചെയ്യുന്ന ആൾ സ്വാഗതം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആരെയും സ്വാഗതം ചെയ്യുന്ന പാർട്ടി, ഇവരുടെ അർത്ഥത്തിൽ, അവരുടെ വാചകത്തിൽ നമ്മളോട് പറഞ്ഞാൽ അഴിമതിക്കാരനും സ്വാഗതം, പെണ്ണുപിടിയനും സ്വാഗതം, ഏത് കൊള്ളരുതാത്തവനും സ്വാഗതം, അവന്റെ പുറകിൽ കുറെ ആള് മതി, അല്ലെങ്കിൽ ജയിച്ചാൽ മതി, ഏതെങ്കിലും രീതിയിലുള്ള ജനപിന്തുണ മതി, ഞങ്ങൾക്ക് എന്തായാലും അത്തരത്തിൽ ജനപിന്തുണയുള്ള നേതാക്കന്മാരും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റിയ നേതാക്കന്മാരും ഒന്നുമില്ല. അതുകൊണ്ട് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏതറ്റം വരെയും ആരുടെ കൂടെയും എന്ത് നടത്തുന്നവന്റെ കൂടെയും കൂടി നിന്ന് തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ പറ്റുന്ന ഒരു രീതി മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മെസ്സേജാണ് ശ്രീകണ്ഠൻ ഇന്നലെ പി.കെ. ശശി എന്ന് പറയുന്ന ഒരുപക്ഷെ കുഴപ്പങ്ങൾ കണ്ട് പുറത്താക്കാൻ നിർത്തുന്ന അല്ലെങ്കിൽ തരം താഴ്ത്തിയിരിക്കുന്ന, CPM മാറ്റി നിർത്തിയിരിക്കുന്ന എത്ര ജനപിന്തുണയുള്ള ആളാണെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാരെ CPM-ന് വേണ്ടാൻ തീരുമാനിക്കണം. ആ ആൾക്കാരെ വലവച്ച് പിടിക്കാൻ, ഏതർത്ഥത്തിൽ പണ്ട് ചർച്ച ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ഏത് പേരുദോഷമുള്ള ആളാണെങ്കിലും വലവച്ച് പിടിക്കാൻ, അയാളെ വെച്ച് ഒരു സീറ്റിൽ മത്സരിപ്പിക്കാൻ, അയാളെ വെച്ച് മത്സരിപ്പിച്ചാൽ ഒരു സീറ്റും കൂടി ഈ പറയുന്ന പോലെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി കൂടുതൽ കിട്ടുമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസ്സുകാരെ ഇന്ന് കോൺഗ്രസിനകത്തുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലുള്ളൂ. ദേശീയ തലത്തിൽ നമുക്കറിയാം അതിന്റെ അവസ്ഥ. അതായത് 2026 ഒരു വട്ടം കൂടി അധികാരത്തിൽ വരാതെ
ഇരുന്നാൽ കേരളത്തിൽ ഇനി കോൺഗ്രസ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു മൊറാലിറ്റിയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തത്വങ്ങളൊക്കെ ബലി കഴിച്ച് ഒരുപക്ഷെ കോൺഗ്രസ് ഈ രീതിയിലുള്ള മതമൂല്യവാദികളുടെ കൂടെയും അല്ലെങ്കിൽ ഭീകരവാദികളുടെ കൂടെയും ടെററിസ്റ്റ്വാദികളുടെ കൂടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെയും SDPI കൂടെയും ആരുടെ കൂടെ കൂടിയാലും പഞ്ചായത്തിൽ ജയിക്കാൻ, പാർലമെന്റിൽ ജയിക്കാൻ, നിയമസഭയിൽ ജയിക്കാൻ കൂട്ടുകൂടുന്ന ഒരു കോൺഗ്രസിനെ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് PK ശശി എന്ന് പറയുന്ന അയാൾ ഇന്നലെയും പറയുന്നുണ്ട്, ഞാൻ CPM ആണ്. എന്നെ നിങ്ങൾ ഈ ചോദ്യം ഞാൻ CPM ൽ നിന്ന് മാറുമോ എന്നുള്ള ചോദ്യത്തിന് പോലും ഒരു പ്രസക്തിയില്ല. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ശ്രീകണ്ഠൻ പറയുന്നു പലവട്ടം ചർച്ച കഴിഞ്ഞു, അറിയത്തില്ല. പക്ഷെ PK ശശി പറയുന്നത് ഞാൻ ആരോടും ചർച്ച ചെയ്തിട്ടില്ല. അതായത് അയാളുടെ പാർട്ടി PK ശശി ഇപ്പൊ പറയുന്നത് ശരിയാണെങ്കിൽ എന്റെ കുഴപ്പം കൊണ്ട്, എന്റെ പ്രശ്നം കൊണ്ട്, ഈ പറയുന്ന ആരോപണം കൊണ്ട്, എന്റെ പെണ്ണുപിടി കൊണ്ട്, എന്റെ അഴിമതി കൊണ്ട് എന്റെ പാർട്ടി എന്നെ തീരുമാനിച്ചു ഇന്നത് അല്ലെങ്കിൽ പൊസിഷനിൽ മാറ്റി, ഞാൻ എന്നാലും ആ പാർട്ടിക്കകത്ത് ഇരിക്കാൻ പ്രാപ്തനാണ്. ഞാൻ ഈ പാർട്ടിക്കകത്ത് ഇരിക്കുന്നതാണ് ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് പോയി ഒരു MLA യും മന്ത്രിയും ഒക്കെ ആകുന്നതിനെക്കാട്ടിൽ കൂടുതൽ താല്പര്യമെന്ന് ഈ ആരോപണ വിധേയൻ തീരുമാനിക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നതിന്റെ അവസ്ഥ ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ശശി ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്നതിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ കോൺഗ്രസ് എത്രയോ ചെറുതാണ്. ഒന്നും കൊടുത്തില്ലെങ്കിലും ശശിക്ക് ഈ പാർട്ടി മതി, അല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് മതി, പുറത്താക്കാതിരുന്നാൽ മതി, പാർട്ടിയുടെ ഭാഗമായിട്ടിരുന്നാൽ മതി. പക്ഷെ എല്ലാം കൊടുത്താൽ പോലും കോൺഗ്രസിനോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആ ശശിയുടെ മനസ്സിലും അല്ലെങ്കിൽ ആ ശശിയുടെ സങ്കല്പത്തിലും കോൺഗ്രസ് നാളെ ഇല്ലാതാവുന്ന പ്രസ്ഥാനമാണ്. ഇവിടെ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് നടക്കത്തില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ധരിക്കാൻ പ്രാപ്തമായി കഴിവുള്ള ഒരു പൊതുപ്രവർത്തകനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ. ഏതായാലും കോൺഗ്രസിന് ഇത്രയേ ഉള്ളൂ കോൺഗ്രസിന്റെ തത്വം. ഇവർ കൂവുന്നത് പോലെ അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ അഴിമതിക്കെതിരെയും അല്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെയും സ്ത്രീപീഡനത്തിനെതിരെയും ഉള്ള വാചകമടിയല്ലാതെ അവരുടെ കാര്യത്തിന് വേണ്ടി ഏതാളിനെയും കൂടെ കൂട്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഒന്ന് അധികാരത്തിൽ വന്ന് ആ അധികാരത്തിന്റെ അല്ലെങ്കിൽ ആലസ്യത്തിൽ, ആ അധികാരത്തിന്റെ ഗർവിൽ, ആ അധികാരത്തെ രുചിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് 2026 ഒരു നീക്കമാണ് നമുക്ക് കാണുന്നത്. അത് തന്നെയാണ് ശ്രീകണ്ഠൻ നായർ എന്ന യുവതുർക്കിയുടെ യൂത്തിന്റെ അല്ലെങ്കിൽ MP ഒക്കെ ഈ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ശശിയെ എടുക്കുവോ അല്ലെങ്കിൽ ശങ്കരനെ എടുക്കുവോ കോന്നനെ എടുക്കുവോ അതൊക്കെ ഓരോ പാർട്ടിയുടെ തീരുമാനമാണ്. പക്ഷെ ഈ പ്രസ്താവന വന്നപ്പോൾ ശശിയെ മുമ്പ് പറഞ്ഞിരുന്നതും ഇപ്പൊ എടുത്ത തീരുമാനവും തമ്മിൽ ഉള്ള വൈരുദ്ധ്യം കൊണ്ട് നമ്മൾ പറഞ്ഞു പോവാണ്. ശ്രീകണ്ഠന് ശശിയെ എടുക്കണമെങ്കിൽ എടുക്കാം, കോൺഗ്രസിന് ശശിയെ എടുക്കണമെങ്കിൽ എടുക്കാം, ശശിക്ക് പോകണമെങ്കിൽ പോകാം, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഏതായാലും പെണ്ണുപിടിയൻ എന്ന് നിങ്ങൾ വിളിച്ച ശശി ഇപ്പം എങ്ങനെ പെണ്ണുപിടിയനല്ലാതാകുന്നു? അഴിമതിക്കാരന് നിങ്ങൾ വിളിച്ച ശശി ഇപ്പൊ എങ്ങനെ അഴിമതിക്കാരനല്ലാതെയാകുന്നു? അതായത് നമുക്ക് മനസ്സിലാവുന്നത് ഏത് പെണ്ണുപിടിയനായാലും കള്ളുകുടിയനായാലും കൊള്ളരുതാത്തവനായാലും 10 പേർ കൂടെയുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് ജയിക്കാൻ കഴിയുന്നവനോ നിയമസഭയിൽ ജയിക്കാൻ കഴിയുന്നവനോ പാർലമെന്റിൽ ജയിക്കാൻ കഴിയുന്നവനോ ആണെങ്കിൽ ഈ പാർട്ടിയിലേക്ക് സ്വാഗതം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനമാണ്. ഇവർ പറയുന്നതിനൊന്നും ഒരു മെറിറ്റുമില്ല. ഇവർ പറയുന്ന കോൺഗ്രസ് ഞങ്ങളുടെ കോൺഗ്രസ് അല്ലെങ്കിൽ അഴിമതിയില്ലാത്ത കോൺഗ്രസ് അല്ലെങ്കിൽ പീഡനത്തിനെതിരെ നിൽക്കുന്ന കോൺഗ്രസ് മറ്റു പാർട്ടിക്കാർക്ക് അകത്ത് വരുമ്പോൾ അവർ പറയുന്ന ഇതിനകത്ത് ആരെ ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ പറയുന്ന ഒരു മെറിറ്റുമില്ലാത്ത ഒരാളാണ് ഈ പറയുന്ന ശശിയെ തീരുമാനിക്കുന്നത്, എടുക്കാൻ സ്വാഗതം ചെയ്യുന്നത് ശരിയാണെങ്കിൽ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളത്. അതായത് ശശി എന്ന് പറയുന്ന ആൾ പ്രതിപക്ഷം പറഞ്ഞ പെണ്ണുപിടി ആരോപണവും അല്ലെങ്കിൽ അഴിമതി ആരോപണവും ഒക്കെയുള്ള ഒരു നേതാവായിട്ട് കണ്ട് CPM അയാളെ മാറ്റി നിർത്തിയപ്പോൾ അതിനെ എടുത്തുകൊണ്ട് പോയി പഞ്ചായത്ത് മെമ്പറാക്കാനും അല്ലെങ്കിൽ പാർലമെന്റിൽ മത്സരിപ്പിക്കാനും നിയമസഭയിൽ മത്സരിപ്പിക്കാനും ഒക്കെ ഉള്ള കോൺഗ്രസ് മാത്രമേ ഇന്നുള്ളൂ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും VK ശ്രീകണ്ഠൻ MP CPM ൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട PK ശശിയെ കോൺഗ്രസിലേക്ക് എടുക്കാം എന്നാണ് പറയുന്നത്. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് PK ശശിയെ പാർട്ടി മാറ്റി നിർത്തി എന്ന കാര്യം അദ്ദേഹം ഉൾപ്പെടെ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു എന്ന് വേണം ഇതുവഴി കാണാൻ. പല വിധത്തിലുള്ള വിവാദങ്ങൾ, പല വിധത്തിലുള്ള ആരോപണങ്ങൾ, സ്ത്രീ പീഡനം ഉൾപ്പെടെ PK ശശിയുടെ മേൽ വന്നപ്പോഴാണ് പാർട്ടി പല ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. എന്നിട്ടും CPM നേതാവും KTTC ചെയർമാനും എന്നുള്ള ലേബലിൽ PK ശശി ഇപ്പോഴും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.